നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ മുഖം ഓർത്തുകൊണ്ട് ഈ വായന കാണുക. നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കുവാൻ ഈ വ്യക്തി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ? ഈ വ്യക്തിയുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് പോകാം. ഇത്രയുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ വ്യക്തിയുടെ ഡീപ്പ് ഫീലിങ്സ്, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, ഈ വ്യക്തിയുടെ മനസ്സിലെ ചിന്തകൾ, ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരുവാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കുവാൻ പോകുന്നത്. ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നത്, ഇപ്പോൾ ഈ വ്യക്തി വളരെയധികം നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതിന് കാരണക്കാരായ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ആദ്യമൊക്കെ ഈ വ്യക്തി തേർഡ് പാർട്ടിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിങ്ങളിലേക്ക് വരാതെ കൂടുതൽ തേർഡ് പാർട്ടിയിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ഇരുന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത്തരം മോശപ്പെട്ട അവസ്ഥകളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു വന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കടമ്പകൾ നിറഞ്ഞ ഒരു ലവ് സ്റ്റോറി ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രണയബന്ധമായിട്ടാണ് നമുക്കിത് കണ്ടിട്ട് പറയാൻ സാധിക്കുന്നത്. പക്ഷെ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ഈ വ്യക്തി ഇപ്പോൾ അകന്ന് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ വ്യക്തിയുടെ എനർജിയിൽ തേർഡ് പാർട്ടിയെയും കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ കൂടെ ഈ വ്യക്തി ഇല്ലെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ചെറിയ തോതിലുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് ഒരു പ്രണയാർദ്രമായിട്ടുള്ള വികാരത്തിനേക്കാൾ ഉപരി പേടിപ്പെടുത്തുന്ന പല കാര്യങ്ങളെയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ കൂടെ വരണം, നിങ്ങളായിട്ട് ഒന്നിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ ഒരു വശം മനസ്സിൻ്റെ ഒരു കോണിൽ കിടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് എന്തുകൊണ്ടോ വളരെയധികം പേടിയുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു. പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ചില കാര്യങ്ങൾ കാണണ്ട എന്ന് വെക്കേണ്ടിയിരിക്കുന്നു. വേറെ പല വ്യക്തികളെയും അവോയ്ഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതൊക്കെയാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ അവസ്ഥ, സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഒരു ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ചോദ്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ, അതുപോലെ തന്നെ തടസ്സങ്ങളും ഈ വ്യക്തിയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് അത്യാവശ്യം ധൈര്യമുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങളുടെ ആത്മാർത്ഥ മനസ്സ് കാണാനുള്ള ഒരു സാഹചര്യം ഈ വ്യക്തിക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി വളരെയധികം ഫേക്കായിട്ടുള്ള വ്യക്തികളിൽ നിന്ന്, ഫേക്ക് എന്ന് പറയുമ്പോൾ അത് ഒരു പൊള്ളയായിട്ടുള്ള അല്ലെങ്കിൽ ആത്മാർത്ഥത ഇല്ലാത്ത പല ബന്ധങ്ങളിൽ നിന്നും ഈ വ്യക്തി ഒഴിഞ്ഞു മാറി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി യഥാർത്ഥത്തിൽ ആരായിരുന്നുവെന്നും അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നും ഉള്ള സത്യങ്ങൾ ഈ വ്യക്തി അറിഞ്ഞിരിക്കുന്നു. ഈ വ്യക്തിക്ക് തീർത്തും വളരെയധികം യാദൃശികമായിട്ടുള്ള പലതരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. ഇപ്പോഴായിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും ഇതെങ്ങനെയെങ്കിലും ഈ ബുദ്ധിമുട്ടേറിയ ഈ ഒരു സാഹചര്യം ഒന്ന് തീർന്നാൽ മതിയെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് ചിന്തിക്കുന്നത് കൊണ്ടും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കൊണ്ടും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ വ്യക്തിയെ തേടിയെത്തുന്നുണ്ട്. ഇതാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ. പക്ഷേ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ശാപവാക്കുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ഈ വ്യക്തിയെ ശപിക്കുന്ന പോലെ പറഞ്ഞിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു പരാതിയും ഈ വ്യക്തിയോട് പറയാതെ നിങ്ങൾ മനസ്സിൽ എല്ലാ വിഷമങ്ങളും അടക്കി വെച്ചുകൊണ്ട് ആരോടും ഒരു പരാതിയും പറയാതെ ദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ച്
പ്രപഞ്ചശക്തിയിൽ വിശ്വസിച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടാകാം. അപ്പോൾ തീർത്തും ഈ വ്യക്തിക്ക് പല കർമ്മത്തിൻ്റെയും തിരിച്ചടിയായിട്ട് ചില മോശപ്പെട്ട സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ വളരെയധികം പണത്തിൻ്റെ പിന്നാലെയും പ്രശസ്തിയുടെ പിന്നാലെയും തേർഡ് പാർട്ടിയുടെ സ്വഭാവത്തിലൊക്കെ മയങ്ങി ഈ വ്യക്തി നടന്നിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് മുന്നിൽ അതൊന്നും തന്നെ ഇല്ല, അതൊന്നും തന്നെ അനുകൂലമായി കാണുന്നില്ല. അതുകൊണ്ട് ഈ വ്യക്തി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ ഈ വ്യക്തിക്ക് വേണ്ടത് നിങ്ങളുടെ സാന്നിധ്യമാണ്. ഈ വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ശാപം കൊണ്ടായിരിക്കുമോ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ചത് കൊണ്ടായിരിക്കുമോ ഈ വ്യക്തിക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു പെട്ടിട്ടുള്ളത് എന്ന്. ആദ്യമൊക്കെ ഒരു കാര്യത്തിലും ഈ വ്യക്തി വിശ്വസിക്കാതിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു ഈ വ്യക്തി. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിയുടെ മാനസികപരമായിട്ടുള്ള അവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആത്മീയമായിട്ടുള്ള ചിന്തകൾ ചിന്തിക്കാനും ഒരുപക്ഷെ ദൈവത്തിൽ പോലും വിശ്വസിക്കാതെ നടന്ന ഈ പേഴ്സൺ ഇപ്പോൾ ഭക്തിയിൽ മുഴുകിയിട്ടുണ്ടാകാം. സമാധാനത്തിന് വേണ്ടി ഈ വ്യക്തി പല വഴികളും സ്വീകരിക്കുന്നതായിട്ടും തേടി നടക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതെല്ലാം അവസാനിക്കുമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിശ്വസിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് എന്തൊക്കെയോ ഒരു ദുർചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു കാര്യം പറയുവാനാണെങ്കിൽ ഈ വ്യക്തിയുടെ തെറ്റുകൾ ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പലപ്പോഴും ഒറ്റയ്ക്കിരുന്നു കൊണ്ട് കരയുന്നതായിട്ടും പ്രപഞ്ചശക്തിയോട് അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളോടോ എന്നോട് ക്ഷമിക്കൂ എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ കരഞ്ഞ് വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ പശ്ചാത്തപിക്കുക അല്ലെങ്കിൽ മാനസാന്തരപ്പെടുക. അതുപോലെ തേർഡ് പാർട്ടി ആയിട്ടുള്ള എല്ലാവിധ വഴിവിട്ട ബന്ധങ്ങളും ഈ വ്യക്തി അറുത്തുമുറിച്ച് കളഞ്ഞതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇരച്ചു കയറി വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടും നിങ്ങളുടെ ശുഭപ്രതീക്ഷയോട് കൂടിയുള്ള ചിന്താ ശക്തി ഉള്ളത് കൊണ്ടും തന്നെയാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ഇതിനു മുമ്പുള്ള ജീവിതം എന്ന് പറയുന്നത് ഈ വ്യക്തി എത്ര മോശപ്പെട്ട കർമ്മം ചെയ്താലും അതിനൊന്നും ഈ വ്യക്തിക്ക് തിരിച്ചടി ലഭിച്ചിരുന്നില്ല. അഥവാ ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ചുറ്റിനുമുള്ള ആൾക്കാരിൽ നിന്നും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ മനോബലത്തിലും അഹങ്കാരത്തിലുമൊക്കെയാണ് ഈ പേഴ്സൺ ഓരോന്നും ചെയ്തു കൂട്ടിയിരുന്നത്. പക്ഷെ ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള രീതി എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.